കാബരി ഞാൻ പല സ്ഥലത്തുനിന്നും കാബരി കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഫുഡ് നല്ല ഫുഡായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണിയും പറയാം നല്ല കൊള്ളാവുന്ന നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ പൊരിച്ചതൊക്കെ നല്ല എല്ലാത്തിലും നല്ല ടേസ്റ്റായിരുന്നു. കാര്യങ്ങളൊക്കെ 100-ൽ 100 മാർക്കും തന്നെ കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോൾ ആ ഒരു കല്യാണത്തിലെ മെയിൻ കോഴ്സ് ഫുഡായിട്ടുള്ള 2 ടൈപ്പ് ഓഫ് റൈസിന്റെ അഭിപ്രായമാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത്. ബിരിയാണി ആയാലും കാബിരി റൈസ് ആയാലും ഒക്കെ തന്നെ വന്ന ഗസ്റ്റുകൾ മൊത്തം ഒന്നടങ്കം പറഞ്ഞു അടിപൊളി ഫുഡാണെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. റൈസിന്റെ പേര് മന്തിന്റെ അതായത് കാബിരിന്റേത്, പിന്നെ ഡബിൾ ചാമി പിന്നെ ബിരിയാണി വെച്ചത് ഇഷലിൽ. റൈസ് പക്ക 100% അടിപൊളി റൈസാണ്. എല്ലാ റൈസിനും വെല്ലുന്ന രീതിയിലുള്ള അടിപൊളി റൈസാണ്. എല്ലാം ബിരിയാണി ആയാലും മന്തി ആണെങ്കിലും എല്ലാ റൈസും നല്ല അടിപൊളി റൈസാണ്. നമ്മുടെ കൊടുവള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഒരുപാട് വർഷമായി കാറ്ററിംഗ് രംഗത്ത് പ്രാവീണ്യമുള്ള നമ്മുടെ അൽ അമീൻ കാറ്ററേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് സംഘടിപ്പിച്ച ഒരു കിഡ്ലൻ കല്യാണം കൂടാനായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് കോവൂരിലാണ് കേട്ടോ. അപ്പം കല്യാണം ഗ്രാൻഡാണ്, ഫുഡ് അതിനേക്കാളും ഗ്രാൻഡ് ആയിരിക്കും. നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് കണ്ടു നോക്കാം. കോഴിക്കോട് കോവൂരിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗ്രാൻഡ് കല്യാണം കൂടാൻ വന്നിട്ടുള്ളത്. അൽ അമീൻ കാറ്ററിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രാൻഡ് പരിപാടി. കലവറയിലോട്ട് കയറിയപ്പോൾ തന്നെ നിരനിരയായിട്ടുള്ള ചെമ്പുകൾ കണ്ടപ്പോൾ തന്നെ റൈസാണ് ഇന്നത്തെ മെയിൻ ഐറ്റം എന്ന് എനിക്ക് മനസ്സിലായി. നല്ല കാബിരി റൈസും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ ചൂടോടെ കാട പൊരിച്ചെടുക്കുന്നുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ്. പക്ഷേ റൈസാണ് ഇന്നത്തെ മെയിൻ താരം കേട്ടോ. കാബിരി റൈസ് ഇതാ ദമ്മൊക്കെ പൊട്ടിച്ച് ഇളക്കിയെടുക്കുന്നുണ്ട്. ബിരിയാണി ദമ്മ് പൊട്ടിച്ചത് സെർവ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഫംഗ്ഷന് അൽ അമീൻ കാറ്ററിംഗ് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് റൈസ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് കാബിരി റൈസും ഒന്ന് നല്ല ബിരിയാണിയും, അതും നല്ല ചിക്കൻ ദം ബിരിയാണി. അപ്പൊ ഇതിന്റെ റൈസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇഷൽ റൈസും അതേപോലെ ഡബിൾ ചാമി റൈസും യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ അത് കഴിക്കുമ്പോൾ പറയാട്ടോ. ജ്യൂസ് അങ്ങോട്ട് തുടങ്ങാല്ലേ. ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് തന്നെ ഇതാ ജ്യൂസ് കൗണ്ടർ സെറ്റാണ്. ഉള്ളിലോട്ട് കയറിയ പോകുന്ന ഫുഡൊക്കെ സെറ്റാക്കി വെക്കുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ ഇവരുടെ സ്റ്റാഫൊക്കെ. ലഞ്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ പറ്റിയിട്ടോ. പ്ലേറ്റ് മുതൽ സൈഡ് ഡിഷസ് വരെ എല്ലാം ഇൻക്ലൂഡിംഗ് വാട്ടർ ബോട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് കൗണ്ടേഴ്സ് നോക്കുകയാണെങ്കിൽ വെജിനും നോൺ വെജിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സീറ്റിംഗ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ സെർവ് ചെയ്യുന്ന തിരക്കിലാണ് ഇവരെല്ലാവരും. ഈ മൂടി തുറക്കുമ്പോണ്ടല്ലോ ആ ഒരു ബിരിയാണിന്റെയും കാബിരി റൈസിന്റെയും ഒക്കെ സ്മെല്ല് തന്നെ കേൾക്കുമ്പോൾ വയറ് നിറയും കേട്ടോ. പിന്നെ കാട പൊരിച്ചതും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഒന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. ഭക്ഷണം കഴിച്ചിട്ട് കറക്റ്റ് എങ്ങനെ ഫുഡ് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോ വെജിൽ നോക്കുകയാണെങ്കിൽ ഇതാ പപ്പടം, ചോറ്, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, ഉപ്പേരി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെജ് കൗണ്ടർ സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് കല്യാണ ചെക്കനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ബിരിയാണി? ബിരിയാണി അടിപൊളിയായിരുന്നു. ഞാൻ കാബിരി റൈസ് ആണ് കഴിച്ചത്. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ ബീഫും ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായി. വന്നൂരൊക്കെ തന്നെയാ പറയണത്. കാരണം ഇന്നത്തെ റൈസിന്റെ ക്വാളിറ്റി അത് എടുത്തു പറയണം കേട്ടോ. അപ്പൊ ഈ റൈസിന്റെ ബ്രാൻഡ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു കാറ്ററിംഗിന്റെ പ്രധാന താരങ്ങളായിട്ടുള്ള ഇഷൽ റൈസും ഡബിൾ ചാമി റൈസും ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇനി നിങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഈ റൈസ് കൊണ്ട് തന്നെ ബിരിയാണിയും കാബിരി റൈസും ഒക്കെ ട്രൈ ചെയ്യണം കേട്ടോ. റൈസ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഡിസേർട്ട് സെക്ഷനിലേക്കാണ് കേട്ടോ. ജിലേബി ഒക്കെ ചൂടോടെ ലൈവായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ പരിചയത്തിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ അൽ അമീൻ കാറ്ററിംഗിനെ കാറ്ററിംഗ് ഏൽപ്പിക്കാൻ മറക്കണ്ട. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ.